ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒന്ന് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പം അത് കുറച്ച് നാളായി, ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് ഇനിയുള്ള 2 ദിവസത്തെ വീഡിയോസിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ വന്നു, ട്രെയിനൊക്കെ കയറി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ജേർണി ഉണ്ട് നമ്മുടെ PG-യിലേക്ക്. അങ്ങനെ നമ്മൾ മെട്രോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഊബർ ആണെങ്കിൽ കുറേ നമ്മൾ നേരെ ഇരിക്കേണ്ടി വരും. മെട്രോ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും കേട്ടോ, ട്രാഫിക് ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. തണുപ്പുണ്ടല്ലീന കിടിങ്ങി വിറച്ചിരിക്കും. അങ്ങനെ തണുത്ത് വിറച്ചിരുന്ന അലീനെ ബുക്ക് ചെയ്ത് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിൽ ശ്രദ്ധാജി മാത്രമേ ഉള്ളൂ കേട്ടോ, വജിയില്ല. അപ്പം നമ്മൾ റൂമിലേക്ക് എത്തി. ഇന്ന് നോക്കി ചെയ്ത് ഞാൻ ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ റൂം നമ്മുടെ തന്നെ ആണോ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? യു ലൈക്ഡ് ഇറ്റ്? നമ്മുടെ ഫുഡ് അടി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ഒരു മൂവിക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു മൂവിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ പോകുന്ന മൂവിയുടെ പേര് ആശാൻ എന്നാണ് കേട്ടോ. മൂവിനെ കുറിച്ച് യാതൊരുവിധ ഒരു ഐഡിയ ഇല്ല, എന്നിരുന്നാലും നമ്മളത് കാണാനായിട്ട് പോവാണ്. അപ്പം ഇനി കണ്ടു വന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയട്ടെ, മൂവി എങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ ഫൈനലി നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോഴേ ഒരു വശപ്പിശക്ക് തോന്നി, കാരണം ആരും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. ഫുൾ എംപ്റ്റി ആയിരുന്നു. 2-3 പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ ഒരു ഹാഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ല ബോറടിക്കാൻ തുടങ്ങി. സത്യം പറയാമെങ്കിൽ എനിക്ക് ആ മൂവി അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രയും നല്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വെറുതെ പോയതെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.